നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കനത്ത മഴ ലഭിക്കുന്നത് കണക്കിലെടുത്ത് ഇന്ന് രാവിലെ 4 ജില്ലയിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. 27-ാം തീയതി ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലയിലും 28-ാം തീയതി തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലയിലും 29-ാം തീയതി തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബംഗാൾ ഉൾക്കടലിന് വീണ്ടും ന്യൂനമർദ്ദം സാധ്യത നിലനിൽക്കുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ, പശ്ചിമ ബംഗാൾ, അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ തന്നെ തീരത്തിന് സമീപം ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യത ഏറെയാണ്. 3 മണിക്കൂറിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. കൂടാതെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ഓഗസ്റ്റ് 28 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതുപോലെ തന്നെ രാജസ്ഥാനിൽ നമ്മൾ എല്ലാവരും ഭയപ്പെടുത്തുന്ന ഒരു സംഭവം നടക്കുകയാണ്. അത് കേരളത്തിലും ഒരുപക്ഷെ ഇനി വരുന്ന ദിവസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കനത്ത മഴയെ തുടർന്നാണ് ജനജീവിതം ദുരിതത്തിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത അതിശക്തമായ മഴയിൽ സവായ് മധോപൂരിൽ ഒരു വലിയ ഭാഗം മണ്ണിടിഞ്ഞ് വീണ് കൂറ്റൻ ഗർത്തം രൂപപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിൽ പെയ്ത മഴയിൽ ഈ സുർവാൾ അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞതും സ്ഥിതി കൂടുതൽ വഷളാക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്തുടനീളം നിരവധി റോഡുകൾ വെള്ളത്തിനടിയിലാവുകയും താഴ്ന്ന പ്രദേശങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തു. സവായ് മധോപൂരിൽ മണ്ണിടിഞ്ഞ് വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ശക്തമായ ഒഴുക്കിൽ ഒരു മരം വേരോടെ പിഴുതെറിയുന്നതും വലിയൊരു ഗർത്തം രൂപപ്പെടുന്നതും വീഡിയോയിൽ കാണാം. ഈ ഗർത്തത്തിലേക്ക് വെള്ളം അതിശക്തമായി പതിക്കുന്നത് ആളുകളിൽ വലിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. തുടർച്ചയായ മഴയെ തുടർന്ന് ജയ്പൂരിലെ പ്രധാന റോഡായ ജയ്പൂർ റോഡ് സർവീസ് ലൈൻ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. പലയിടത്തും ജലനിരപ്പ് 2 അടി വരെ ഉയർന്ന് നിരവധി റെസിഡൻഷ്യൽ കോളനികളിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുത്തി. ഇത് ദൈനംദിന യാത്രക്കാരെ വലച്ചതിനൊപ്പം തന്നെ സമൂഹങ്ങളെ ഒറ്റപ്പെടുത്താനും കാരണമായി. റോഡുകൾക്ക് പുറമെ വീടുകളിലും സർക്കാർ ഓഫീസുകളിലും വെള്ളം കയറുന്നത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കി. വെള്ളപ്പൊക്കത്തിന് ഒരു പ്രധാന കാരണം ഡ്രെയിനേജ് സംവിധാനങ്ങളുടെ മോശം പരിപാലനമാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർമ്മിച്ച ഡ്രെയിനേജ് സംവിധാനങ്ങൾ തകരാറിലായതാണ് വെള്ളക്കെട്ട് കൂടാൻ കാരണമായതെന്ന് അവർ പറയുന്നു. ലാസോഡ് ബൈപ്പാസ് കൽവേറ്ററി വലിയ വെള്ളക്കെട്ടും റോഡിൽ വിള്ളലുകളും രൂപപ്പെട്ടു. മഴയെ തുടർന്ന് ആമോർ കോട്ടയിലേക്കുള്ള പ്രധാന പ്രവേശന മാർഗമായ രാംബഗാറിന്റെ മതിൽ തകർന്നു. സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ഉദ്യോഗസ്ഥർ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ആന സവാരി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് നിലവിലെ സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്നാണ് ആശങ്ക ഉയർത്തുന്നത്.